പരിസ്ഥിതി ദിന പരിപാടി സംബന്ധിച്ച വിവാദത്തിൽ വിശദീകരണവുമായി രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ എന്തു വേണമെന്ന് രാജ്ഭവനാണ് തീരുമാനിക്കുക എന്നാണ് ഗവർണറുടെ നിലപാട്. രാജ്ഭവന്റെ സെൻട്രൽ ഹാളിൽ സ്ഥിരമായുള്ള ചിത്രം മാറ്റാൻ കഴിയില്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് പരിപാടി മാറ്റിയതെന്നും രാജ്ഭവൻ വിശദീകരിക്കുന്നു. കൃഷിമന്ത്രി പി പ്രസാദ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന് പിന്നാലെയാണ് പരിപാടി ദർബാർ ഹാളിലേക്ക് മാറ്റിയത്. ബഹുമാനപ്പെട്ട ഗവർണറുമായി കാര്യം സംസാരിച്ചിരുന്നു. പക്ഷേ നമുക്ക് നേരത്തെ തന്നെ പരിപാടിയെക്കുറിച്ച് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ രാജ്ഭവനിലേക്ക് പരിപാടിയുടെ അറിയിപ്പുകൾ ചെന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രോഗ്രാം നിശ്ചയിക്കാറുണ്ട്. അങ്ങനെ പ്രോഗ്രാം നിശ്ചയിച്ച് നൽകി. ആ പ്രോഗ്രാമിൽ ഇന്നലെ വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം പൊടുന്നനവേ ഒരു മാറ്റം വരുത്തിയുണ്ടായി. ആ മാറ്റം നമുക്ക് ഗവൺമെന്റിന്റെ പരിപാടിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. അത് അംഗീകരിക്കാൻ സർക്കാരിന് പ്രയാസമാണെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിന ആചരണത്തിന്റെ ഭാഗമായുള്ള പരിപാടി സംഘടിപ്പിക്കുകയും സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഈ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ഗവർണറുടെ ഓഫീസ് രാജ്ഭവൻ ഷാഠ്യം പിടിച്ചു. അതുകൊണ്ട് സർക്കാർ ഒഴിവാക്കിയതാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് അവിടെ ഉപയോഗിക്കാൻ വെച്ച ചിത്രം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരത് മാതാവിന്റെ ചിത്രമല്ല. നമ്മുടെ ചില പൊതുപരിപാടികൾക്കെല്ലാം ഭാരതാംബയുടെ വേഷം നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ അണിയിച്ചെടുക്കാറുണ്ട്. ചില ഫ്ലോട്ടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ചെയ്യാറുണ്ട്. ഓണാഘോഷത്തിന്റെ ഭാഗമായൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാൽ അവിടെ ഞങ്ങൾ ബന്ധപ്പെടുന്ന അവസരത്തിൽ ഗവർണറുടെ ഓഫീസ് തന്നെ അയച്ചു തന്ന ചിത്രം എന്ന് പറയുന്നത് RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. RSS ഉപയോഗിക്കുന്ന ചിത്രം എന്നത് ഒരു പ്രത്യേകമായൊരു പ്രസ്ഥാനം ഉപയോഗിക്കുന്ന ചിത്രം ഒരു ഭരണഘടനാപരമായ ഒരു പദവിയുള്ള ഒരിടത്ത് ഒരു സർക്കാരിന്റെ പരിപാടിയുടെ ഭാഗമാക്കുക എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ശരിയായ കാര്യമല്ലേ അല്ല. ഓരോ വ്യക്തിക്കും അവരവരുടെ രാഷ്ട്രീയ രീതികൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ആ രാഷ്ട്രീയ വിശ്വാസത്തിനനുസരിച്ചുള്ള നിലപാടെടുക്കുകയൊക്കെ ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇന്ത്യൻ ഭരണഘടന പറയുന്ന തരത്തിലല്ല നമുക്ക് ഇപ്പോൾ അവിടെ നിന്നുള്ള ആ നിർദ്ദേശം വന്നിരിക്കുന്നത്. കാരണം അതിനകത്ത് വന്നിരിക്കുന്നത് RSS മാത്രം ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ചിത്രമാണ് നമ്മുടെ മുമ്പാകെ അവർ കാണിച്ചത്. ഈ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തുക എന്നത് ഈ പരിപാടിയുടെ ഭാഗമാവണമെന്ന് സംസ്ഥാനത്ത് എത്രയോ കാലങ്ങൾ കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നിരവധിയായ സർക്കാർ പരിപാടികൾ നടക്കുന്നുണ്ട്. ആ പരിപാടികൾക്കകത്ത് അത്തരത്തിലൊരു പരിപാടി ഇന്നേ വരെ ഉൾപ്പെട്ടിട്ടില്ലാത്തതാണ്. അങ്ങനെ ഉൾപ്പെടുത്തണമെന്നുള്ളൊരു ശാഠ്യം അവിടെ നിന്ന് ഉണ്ടാകുമ്പോൾ നമുക്കതിനോട് പൊരുത്തപ്പെടാൻ കഴിയുകയില്ല. കാരണം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഭാഗത്തിന്റെ ചിഹ്നങ്ങളും അവരുടെ രീതികളും പ്രദർശിപ്പിക്കുന്ന സർക്കാരിന്റെ പരിപാടിക്ക് ശരിയായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് അത്തരമൊരു പരിപാടി അങ്ങനെ സംഘടിപ്പിക്കാൻ പ്രയാസമാവുകയും ഞങ്ങൾ അക്കാര്യം രാജ്ഭവനെ അറിയിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ടേക്ക് അത് മാറ്റിയത്. അവർ ഇന്നലെ മുതൽ അവിടുത്തെ പരിപാടിക്കകത്ത് നേരത്തെ അവരെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഗവർണർ അറിയിച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ വിവരം. അപ്പോൾ അത് സ്വാഭാവികമായി നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടവുമല്ല വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഭൂപടമൊന്നും അല്ലാത്ത തരത്തിൽ നിൽക്കുകയും അത് RSS കാഴ്ചവെക്കുന്ന ഒരു രീതിയാണ്. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു രീതിയല്ല. പക്ഷെ അത് നമുക്കൊരു രാജ്യത്തിന് എങ്ങനെയാണ് ഔദ്യോഗികമായ പരിപാടിക്കകത്ത് എങ്ങനെയാണ് അത്തരമൊരു ഭൂപടം തന്നെ നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുക? ഇത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ്. ഭരണഘടന മാറ്റിയാൽ പിന്നെ നമുക്ക് അന്നേരം ആലോചിക്കാം. പക്ഷേ രാജ്ഭവൻ പറയുന്നത് അവിടെ സെൻട്രൽ ഹാളിൽ സ്ഥിരമായിട്ട് ഈ ഫോട്ടോ വച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ നേരത്തെ സെൻട്രൽ ഹാളിൽ നമ്മൾ നേരത്തെ തന്നെ ഇപ്പൊ ഈ ഗവർണർ വന്നതിന് ശേഷമാണ് ഇപ്പൊ ചില സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നുണ്ടല്ലോ. അവിടെ ഒരിക്കലും നിങ്ങൾ ആരും തന്നെയും ആ ഒരു പടം കണ്ടില്ല. കേരളം ഏറ്റവും ആദരവോടുകൂടി കാണുന്ന നമ്മുടെ കേരളപ്രഭ കേരളശ്രീ പുരസ്കാരങ്ങളുണ്ട്. ആ പുരസ്കാര വിതരണം ആദരണീയനായ ഗവർണറാണ് നടത്തിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ ചടങ്ങിലുണ്ടായിരുന്നു. അദ്ദേഹം വേദിയിലുണ്ടായിരുന്നതാണ്. ഞങ്ങളൊക്കെയും ആ ചടങ്ങിന്റെ ഭാഗമായി രാജ്ഭവനിൽ പങ്കെടുത്ത ആൾക്കാരാണ്. അവിടെ ഒരിടത്ത് പോലും ഇത്തരത്തിൽ ഒരു ചിത്രപ്രദർശനം ഉണ്ടായില്ല, അല്ലെങ്കിൽ അവിടെ ഒരു പുഷ്പാർച്ചന ഉണ്ടായതേയില്ല. ഒരു ഗവൺമെന്റിന്റെ ഔദ്യോഗിക പരിപാടിക്കകത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാം. പൊടുന്നനം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് മനസ്സിലാവുന്ന കാര്യമല്ല. നമ്മുടെ ഭരണഘടന പറയുന്നതല്ല അത്. അപ്പൊ ഭരണഘടന പറയാത്ത എല്ലാവരെയും ഒരേപോലെ കാണണം എന്ന് പറയുന്നിടത്ത് മതപരമായ ചിഹ്നങ്ങളോ രാഷ്ട്രീയപരമായ ചിഹ്നങ്ങളോ അങ്ങനെ പ്രദർശിപ്പിച്ചുകൂടാ പൊതുപരിപാടികൾ പറയുന്നിടത്ത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റാൻ ബാധ്യതപ്പെട്ട ആദരണീയനായ ഗവർണർ അവിടെ നടക്കുന്ന പരിപാടിക്കകത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന് അത് അംഗീകരിക്കാൻ പറ്റുകയില്ല. ഒരു കാരണവശാലും സംസ്ഥാന ഗവൺമെന്റ് അതിനെ അംഗീകരിക്കില്ല. അത്തരമൊരു പരിപാടി ഗവൺമെന്റിന്റെ ചടങ്ങുകൾക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം അത് പ്രത്യേകമായൊരു വിഭാഗം മാത്രം ഉപയോഗിക്കുന്ന ഒരു പടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതാംബയോട് രാജ്യത്തോട് അങ്ങേയറ്റത്തെ സ്നേഹവും ആദരവും എല്ലാം ഉള്ളവരാണ് ഞങ്ങളെല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു, നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന
ഒരു ഭാരത് മാതാവിന്റെ ഒരു ചിത്രം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എതിർപ്പില്ല. എന്നാൽ ഇവിടെ ഉപയോഗിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ ഭൂപടം പോലും അല്ലാതെ അതല്ലാതെ മറ്റൊരു പടമെല്ലാം വെച്ചിട്ട് ആ തരത്തിൽ അവതരിപ്പിക്കുന്നതിനെ ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയില്ല.